മക്കളെ, JEE എക്സാമിൻ്റെ 2026 മെയിൻ സെഷൻ 1 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുപറ്റിയ സാധനങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ JEE എക്സാം രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, ഇപ്പോൾ നിലവിൽ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള കുട്ടികൾ പ്രശ്നങ്ങളില്ല, അവർ നേരെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ രജിസ്റ്റർ ചെയ്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയ കുട്ടികൾ എപ്പോഴാണ് കറക്ഷൻ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ JEE ഓൾറെഡി കുറച്ച് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്ഷൻ ഡേറ്റ് എന്താണെന്ന് നോക്കുക. കറക്ഷൻ അടുത്തൊന്നുമല്ല, ഡിസംബർ, ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഡിസംബർ 1, ഡിസംബർ 2 തീയതികളിലാണ്. അപ്പോൾ ഡിസംബർ 1, 2 തീയതികളിൽ ഡിസംബർ 2-ാം തീയതി രാത്രി 11:50 വരെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവുക. അപ്പോൾ JEE രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫീൽഡ് ഓഫ് കറക്ഷൻസ് എന്തൊക്കെയാണെന്ന് അവർ അനക്സറിൽ പറഞ്ഞിട്ടുണ്ട്. അനക്സറിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ കാണിക്കാം. ഇനി ശ്രദ്ധിക്കുക, JEE രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകം. രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ നോക്കി അപ്ലൈ ചെയ്യണം. അവിടെ ഒരു തെറ്റ് വന്നാലും നിങ്ങൾക്ക് 27-ാം തീയതിയാണ് രജിസ്ട്രേഷൻ കഴിയുക. അതുകൊണ്ട് അതിന് ശേഷവും കറക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ കറക്ഷനുള്ള സമയം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി രാത്രി 11:50 വരെ മാത്രമാണ് ഇതിനുള്ള സമയം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത നമ്മൾ ഒരു കുട്ടി SC എന്നാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ കാസ്റ്റ് കൊടുത്തിരുന്നത്, കുട്ടി ജനറലാണ്. അപ്പോൾ ഫീസൊക്കെ കൂടുതൽ വരും. ഇപ്പോൾ SCക്കുള്ള ഫീസ് അല്ല ജനറൽ കാൻഡിഡേറ്റിൻ്റെ, അല്ലെങ്കിൽ EWS, അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫീ അഡീഷണലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുകയും വേണം, എന്നാലേ ഈ കറക്ഷൻ വാലിഡ് ആവും. അതേപോലെ ഇതൊരു 1 ടൈം ഫെസിലിറ്റിയാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് 1 ടൈം ഫെസിലിറ്റി, ഒരിക്കലേ ഈ സാധ്യത തരൂ. അപ്പോൾ വൺസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇനി എനിക്കൊരു കറക്ഷൻ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. 1 ടൈമാണ്. അതുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം എടുത്ത് കെയർഫുള്ളി വൃത്തിക്ക് ഒന്ന് വായിച്ച് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി ഉള്ളതെല്ലാം കൂടെ ഒറ്റ ടൈമിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒന്നിലധികം കറക്ഷൻസ് വരുത്താം, പക്ഷെ വൺസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ. അതുപോലെ ശ്രദ്ധിക്കുക, JEE മെയിൻ്റെ സെഷൻ 1ൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 27-ാം തീയതി, നവംബർ 27 ആൻഡ് ദർ വിൽ ബി നോ ഫർദർ എക്സ്റ്റൻഷൻ ഓഫ് ഡേറ്റ്. അവർ എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കേസ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട് കറക്ഷന് ഇനി അപ്ലൈ ചെയ്യാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള സൈറ്റ് ഓൾറെഡി അറിയാം, JEE മെയിൻ്റെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൈറ്റിൽ തന്നെ കയറിയിട്ടാണ് കറക്ഷൻ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസംബർ 1, 2 തീയതികളിലാണ്, ഇപ്പോഴല്ല. ഇനി എന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്ന് നോക്കുക. ആദ്യം തന്നെ പറയുന്നു, കാൻഡിഡേറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ടു ചേഞ്ച്. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്താണ്? കുട്ടിയുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ പെർമനൻ്റ് ആൻഡ് പ്രസൻറ്റ് അഡ്രസ്സോ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിലോ ഫോട്ടോഗ്രാഫോ മാറ്റാൻ പറ്റില്ല. ഇത്രയും സാധനം നിങ്ങൾക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിലെന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അത് കറക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ഇനി കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫീൽഡ്. ഈ പറയുന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഒന്ന്, കുട്ടിയുടെ പേരിൽ തിരുത്തുണ്ടെങ്കിൽ മാറ്റാം, കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ തിരുത്തുണ്ടെങ്കിൽ മാറ്റാം, അമ്മയുടെ പേരിൽ തിരുത്ത് മാറ്റാം. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുക. ഇത് 3 കൂടെ പറ്റില്ല. ഇനി മൂന്നാമത്തെ നോക്കുക, കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്. എല്ലാം നിങ്ങൾക്ക് മാറ്റാം. എന്താ? ക്ലാസ് 10ൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലും മാറ്റാം, ക്ലാസ് 12ൻ്റെ ഡീറ്റെയിൽ മാറ്റാം, സ്റ്റേറ്റ് കോഡ് ഓഫ് എലിജിബിലിറ്റി മാറ്റാം. ഇത് 3ഉം മാറ്റാം. തിരുത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ മാറ്റാം. ഇനി അതേപോലെ കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദെയർ പെർമനൻറ്റ് ആൻഡ് പ്രസൻറ്റ് അഡ്രസ്. ഓക്കെ. അപ്പോൾ പെർമനൻറ്റ് ആൻഡ് പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമിനേഷൻ സിറ്റി മാറ്റി കൊടുക്കാം. മീഡിയം ഓഫ് എക്സാമിനേഷൻ, ലോക്കൽ ലാംഗ്വേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രമാക്കാം. ഇനി ബൈലിംഗ്വൽ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി കാൻഡിഡേറ്റ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ഓൾ ദ ഫീൽഡ്. ഇതെല്ലാം മാറ്റാം. എന്താണ്? കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം, ജെൻഡർ തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റാം, കാറ്റഗറി തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റാം, സബ് കാറ്റഗറി, അതായത് ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാം, അത് അറിയാണ്ട് കൊടുത്തെങ്കിൽ ഒഴിവാക്കാം, സിഗ്നേച്ചർ മാറ്റണമെങ്കിൽ മാറ്റാം. ഇതൊക്കെ ചെയ്യാം. ആൻഡ് ഷാൽ ബി അലൗഡ് ടു ആഡ് ദ ഫീൽഡ്. നിങ്ങൾക്ക് പേപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ BTech മാത്രമേ കൊടുത്തുള്ളൂ, BArch കൊടുത്തിട്ടില്ല, കൊടുക്കാം. BArch മാത്രമേ കൊടുത്തുള്ളൂ, BTech, അങ്ങനെ പേപ്പറുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആൻഡ് ഷാൽ ബി അലൗഡ് ടു ചേഞ്ച് ദ ഐഡന്റിറ്റി ഡീറ്റെയിൽ മാറ്റാം. ഏതാണ്? ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഹൂസ് രജിസ്റ്റേർഡ് വിത്ത് ഐഡന്റിറ്റി അതർ ദാൻ ആധാർ. അല്ലാതെ ഈ ആധാർ കാർഡ് അല്ലാതെ പാസ്പോർട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടോ അങ്ങനെ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊണ്ടോ ഒക്കെ രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ ആധാർ ഡീറ്റെയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓൾറെഡി ആധാർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത കുട്ടിക്ക് മാറ്റാൻ പറ്റൂല. ആധാർ അല്ലാത്ത ഏതെങ്കിലും ഡോക്യുമെന്റ് കൊടുത്ത കുട്ടിക്ക് ആധാർ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ആധാർ കയറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അതല്ല ആധാർ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫ് ദർ ഈസ് ആൻ ഇമ്പാക്ട് ഓൺ ദ ഫീ, then the additional fee will be charged as applicable. However,
ഇൻ എനി കേസ് ദ ഫീ വിൽ നോട്ട് ബി റീഇംബോസ്ഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ SC കാൻഡിഡേറ്റ് എന്നാണ് കൊടുത്തത്, അപ്പോൾ ഫീസ് കുറവാണ്. ബട്ട് ആക്ച്വലി നിങ്ങൾ എന്താണ് ജനറൽ കാറ്റഗറി ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അഡീഷണൽ ഫീ അടയ്ക്കേണ്ടി വരും. എന്നാൽ ഓൾറെഡി നിങ്ങൾ SC കാൻഡിഡേറ്റ് ആയിരുന്നു, ജനറൽ എന്ന് കൊടുത്തുപോയി, അതിൻ്റെ ഫീയും അടച്ചു. ഇപ്പോൾ നിങ്ങൾ മാറ്റി SC എന്ന് കൊടുത്തു, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫീ കൂടുതലാണ് അടച്ചിരിക്കുന്നത്, അത് കിട്ടില്ല. വൺസ് നിങ്ങൾ NTA അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. NTA നിങ്ങൾ ഓൾറെഡി കൊടുത്തത് തിരിച്ച് കിട്ടൂല. അതുപോലെ കറക്ഷൻ ഇൻ ദീസ് ഫീൽഡ് വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ആൻ അഡീഷണൽ ഫീ. അതായത് നിങ്ങളെല്ലാം ചെയ്തു, ഈ അഡീഷണൽ ഫീ അടച്ചിട്ടില്ലെങ്കിൽ കറക്ഷൻ അവിടെ എൻ്റർ ആവില്ല. അതുകൊണ്ട് ഫീ അടച്ചാലേ കറക്ഷൻ പരിഗണിക്കൂ. ഇനി ഓൺലി വൺ ടൈം കറക്ഷൻ വിൽ ബി അലൗഡ് ടു ദ കാൻഡിഡേറ്റ്. ഒറ്റ പ്രാവശ്യം സാധ്യതയുള്ളൂ. വൺസ് ദ കറക്ഷൻസ് ആർ ഡൺ ആൻഡ് സബ്മിറ്റഡ് ദ ഫോം ഷാൽ ബി ഫ്രോസൺ. പിന്നെ നിങ്ങൾക്ക് പറ്റില്ല. വൺസ് നിങ്ങൾ കറക്ഷൻസ് വരുത്തി സബ്മിറ്റ് ചെയ്താൽ ഫ്രോസൺ ആണ്, പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒന്നിലധികം കറക്ഷൻസ് അറ്റ് എ ടൈം ചെയ്യാം, അതിൽ കുറച്ച് കുഴപ്പങ്ങളില്ല, അതും ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിൽ ജെയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അപ്ഡേറ്റോ എക്സ്റ്റൻഷനോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.